ഓ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് നമ്മൾ ഗിറ്റിലോട്ട് അപ്ലോഡ് ചെയ്തിട്ട് വെർസലിൽ പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ലോക്കലി എൻ്റെ സിസ്റ്റത്തിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ വെബ്സൈറ്റ്. ഇങ്ങനെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഒരു ന്യൂ ടാബ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഗിറ്റ് ഹബ് എന്ന് സെർച്ച് ചെയ്യുന്നു. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ഗിറ്റബിൻ്റെ ഒഫീഷ്യൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഈ ഡാഷ്ബോർഡ് വന്നത്. നിങ്ങൾ പുതിയൊരു യൂസർ ആണെങ്കിൽ സൈൻ അപ്പ് ചെയ്യേണ്ടി വരും. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ഇനി ഞാൻ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് റെപ്പോസിറ്ററീസ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം എൻ്റെ റെപ്പോസിറ്ററീസ് ഇവിടെ കാണാൻ പറ്റും. ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റെപ്പോസിറ്ററി നെയിമിൽ ഡിബിജിസ് കൊടുക്കുന്നു. ഈ റെപ്പോസിറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് ഫോൾഡറാണ്. ഗിറ്റബിൽ പുതിയൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഡിബിജിസ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പബ്ലിക് മാറ്റി പ്രൈവറ്റ് കൊടുക്കുന്നു. ക്രിയേറ്റ് റെപ്പോസിറ്ററി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ റെപ്പോസിറ്ററി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ഡിബിജിസ് പറഞ്ഞ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ ലിങ്ക് കോപ്പി ചെയ്യുന്നു. നമ്മുടെ സിസ്റ്റത്തിലുള്ള ഗിറ്റബ് ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഫയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലോൺ റെപ്പോസിറ്ററി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ URL എന്നൊരു ടാബ് ഉണ്ടാവും. URL ടാബ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കോപ്പി ചെയ്ത് വെച്ച ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ക്ലോൺ കൊടുക്കുക. നമ്മുടെ ആ റെപ്പോസിറ്ററി ഇവിടെ ചേഞ്ച് ആയത് കാണാം. ഡിബിജിസ് എന്ന് പറഞ്ഞ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഗിറ്റിൽ ആ റെപ്പോസിറ്ററി നമ്മുടെ സിസ്റ്റത്തിൽ ലോക്കലി ആക്സസിബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ സ്റ്റാറ്റിക് വെബ്സൈറ്റിലെ എല്ലാ ഫയൽസും ഉള്ള ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആ ഫുൾ കണ്ടന്റ്, നമ്മുടെ വെബ്സൈറ്റിന് വേണ്ട ഫുൾ കണ്ടന്റ് ഞാൻ അതിൽ കോപ്പി ചെയ്തിട്ട് ഞാൻ നമ്മുടെ ഈ ഡിബിജിസ് എന്ന് പറഞ്ഞ ആ റെപ്പോസിറ്ററി ആ ഫോൾഡർ ഉണ്ടാക്കി അതിലോട്ട് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഗിറ്റബ് ഡെസ്ക്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറേ കമ്മിറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മൾ ആ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത ആ ഫയൽസ് ഒക്കെ ഇവിടെ നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫസ്റ്റ് കമ്മിറ്റ് എന്ന് പറഞ്ഞ കൊടുത്ത് കമ്മിറ്റ് കൊടുക്കുന്നു. കമ്മിറ്റ് ടു മെയിൻ കൊടുക്കുന്നു. എന്നിട്ട് പബ്ലിഷ് ബ്രാഞ്ച് കൊടുക്കുന്നു. ഓക്കെ, ഇത് പുഷ് ആയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്കിവിടെ പറ്റിയിട്ടുണ്ട്. അതായത് ആ ഒരു HTML ഫയൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യേണ്ട HTML ഫയലിന് എപ്പോഴും index.html എന്നായിരിക്കണം കൊടുക്കേണ്ടത്. വേറെ ഏത് പേര് കൊടുത്താലും നമുക്കവിടെ എറർ ആയിരിക്കും വരിക. ഞാൻ ആ പേരൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, index.html എന്ന്. എന്നിട്ട് ഞാനൊരു കമ്മിറ്റ് കൊടുത്തു, നെയിം ചേഞ്ച് പറഞ്ഞിട്ട് കമ്മിറ്റ് ടു മെയിൻ കൊടുത്തു, പുഷ് ഒറിജിൻ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ വെബ് ബ്രൗസർ എടുത്തിട്ട് നമ്മുടെ ഗിറ്റബിൻ്റെ റെപ്പോസിറ്ററി നോക്കിക്കഴിഞ്ഞാൽ, ആ ഡിബിജിസ് പറഞ്ഞ റെപ്പോസിറ്ററി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്ത ആ കമ്മിറ്റ്സും ആ ഫയൽസൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ചേഞ്ച് വരുത്തിയ ആ ഫയൽസൊക്കെ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ടാബ് എടുക്കുന്നു, വെർസൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.
നിങ്ങൾ പുതിയൊരു യൂസർ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യേണ്ടി വരും. സൈൻ അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വർക്കിംഗ് ഓൺ കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഐ ആം വർക്കിംഗ് ഓൺ പേഴ്സണൽ പ്രൊജക്ട്സ്, പേഴ്സണൽ പ്രൊജക്റ്റ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആ വെർസലിൽ കൊടുക്കാനുള്ള ഒരു നെയിം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെറ്റ്സ് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കുറെ ഓപ്ഷൻസ് കാണും. ഒന്നിന് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗിറ്റ് ഹബ് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം അത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ആ വിൻഡോയിൽ നിങ്ങൾ ആഡ് ന്യൂ എന്ന് പറഞ്ഞ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇമ്പോർട്ട് റെപ്പോസിറ്ററി എന്നിട്ട് കാണും. അതിൻ്റെ താഴത്ത് കണ്ടിന്യൂ വിത്ത് ഗിറ്റ് ഹബ് എന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം നമ്മുടെ വെബ്സൈറ്റ് കിടക്കുന്നത് ഗിറ്റബിലെ ഒരു റെപ്പോനകത്താണ്. അപ്പോൾ നമ്മൾ ആ ഗിറ്റബ് ആക്സസ് ചെയ്യേണ്ടി വരും. ഇതിൽ ഒതന്റിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓതറൈസ് പേഴ്സൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആഡ് അക്കൗണ്ട് എന്നുണ്ടാവും. ആഡ് അക്കൗണ്ട് കൊടുക്കുക. എന്നിട്ട് അക്കൗണ്ട് ചൂസ് ചെയ്യുക. ഇൻസ്റ്റാൾ വെർച്വൽ എന്നുണ്ടാവും, അതിൻ്റെ അക്കൗണ്ട് ചൂസ് ചെയ്യുക. നമ്മുടെ ആ അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ആ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അക്കൗണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിലെ എല്ലാ റെപ്പോസിറ്ററീസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏതാണോ നമുക്ക് ഹോസ്റ്റ് ചെയ്യേണ്ടത് അതിനെ ആ ഒരു റെപ്പോസിറ്ററിനെ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് അവിടെ പ്രൊജക്റ്റ് നെയിം നിങ്ങൾക്ക് എന്താണോ അവിടെ പ്രൊജക്റ്റ് നെയിം കൊടുക്കേണ്ടത് അത് കൊടുക്കാം. ഞാനിവിടെ -ഡിജിറ്റ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്രെയിംവർക്ക് പ്രീസെറ്റ് എന്നുള്ളത് അതർ ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിപ്ലോയ് കൊടുക്കുക. താഴത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്ലോയ്മെന്റ് എന്ന് കാണാം. നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് ഡൊമൈൻ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ഡൊമൈൻ വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഡൊമൈൻ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, സംടൈംസ് ഇങ്ങനെ ചെറിയൊരു എറർ വരും, അത് ലോഡ് ആകുന്നതിൻ്റെയാണ്. ഞാൻ കണ്ടിന്യൂ ടു ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ഹോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് റൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ URL നോക്കിക്കഴിഞ്ഞാൽ https://deep-digits.versal.app എന്ന് കാണും. സോ ഈ ഒരു URL-ലാണ് നമ്മുടെ വെബ്സൈറ്റ് ഹോസ്റ്റ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.